ചേട്ടാ, കണ്ണൂരിൽ എന്താണ് നടക്കുന്നത്? ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി ഗ്രാമത്തിൽ കൂട്ടയടി, അതും പാർട്ടിയുടെ തന്നെ അംഗങ്ങൾ തമ്മിലാണ് അടി ഉണ്ടാവുന്നത്. തളിപ്പറമ്പ് ഇപ്പോൾ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നാളിതുവരെ പിടിച്ചു നിർത്തിയിരുന്ന അണികൾ കൊഴിഞ്ഞു പോകുന്നു. രണ്ട് ചേരിയിലാണ്. PK ശ്യാമളയെ ഞങ്ങൾക്ക് വേണ്ട. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി പദം എന്ന് പറഞ്ഞാൽ അത് ഇത്രയും വലിയൊരു സംഘടനയുടെ സെക്രട്ടറി ആയിരുന്ന മുൻകാല നേതാക്കളെ നമ്മളിവിടെ ഓർക്കണം. ഇപ്പോൾ ഇദ്ദേഹം ഇരിക്കുന്ന ഈ പോസ്റ്റിലിരുന്ന നേതാക്കൾ പറയുമ്പോൾ ചടയൻ ഗോവിന്ദൻ മുതൽ ഇങ്ങോട്ടുള്ളവരെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകളാണ്. അപ്പോൾ ചടയൻ ഗോവിന്ദൻ്റെ മകന് അവിടെ അദ്ദേഹം തന്നെ അംഗമായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള ഒരു ബാങ്കിലേക്ക് മകന് ജോലി കൊടുക്കണമെന്ന് പേപ്പർ വരുമ്പോൾ ചടയൻ അന്ന് പറഞ്ഞത് എൻ്റെ മകന് ജോലി കൊടുക്കണ്ട എന്നാണ്. ആ പാർട്ടി സെക്രട്ടറി ഇരുന്ന പോസ്റ്റിലിരിക്കുന്ന MP ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയെ എന്തിന് MLA ആക്കണം? അദ്ദേഹം സെക്രട്ടറി പദത്തിൽ ഇരിക്കുകയല്ലേ. അദ്ദേഹം സെക്രട്ടറി പദത്തിൽ ഇരിക്കുമ്പോൾ ഇത്രയും വലിയൊരു സംഘടനയുടെ ഇത്രയധികം പാർട്ടി അംഗങ്ങളുള്ള ഒരു പാർട്ടിയുടെ സെക്രട്ടറി പദം എന്ന് പറഞ്ഞാൽ വലുതല്ലേ? തീർച്ചയായും. പിന്നെ എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യണം? അതെ, ഈ ഒരു ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കണ്ണൂരിലെ തളിപ്പറമ്പിൽ നിന്ന് അണികളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതൃപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു അതൃപ്തി ഒന്നും മുന്നിൽ കാണാതെ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട പ്രവർത്തകരെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് PK ശ്യാമളയുടെ പേര് അവിടെ നിന്ന് വരുന്നത്. അതോടൊപ്പം തന്നെ ചേട്ടൻ ആലോചിച്ച് നോക്കണം, അതിന്റെ തൊട്ടടുത്ത പയ്യന്നൂരിലും TA മധുസൂദനനെയാണ് മത്സരിപ്പിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയ ആളെ മത്സരിപ്പിക്കുന്നു. അതേപോലെ സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിക്കുന്നു. അപ്പൊ ഇവിടെ എവിടെയാണ് പ്രവർത്തകർക്കുള്ള റോൾ എന്ന് തന്നെയാണ് ഇപ്പൊ അവിടെ നിന്ന് അറിയുന്ന ഒരു പ്രത്യേക റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രത്യേക നീക്കം എന്ന് പറഞ്ഞാൽ വിമിത നീക്കമാണ്. അവിടെ പാർട്ടി പിരിഞ്ഞു, അല്ലെങ്കിൽ അണികൾ പിരിഞ്ഞു, പ്രവർത്തകർ പിരിഞ്ഞു. പാർട്ടി ഗ്രാമത്തിലെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പാർട്ടി നേതാവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് കൃത്യമായ അതൃപ്തി, അല്ലെങ്കിൽ അവിടെ യോഗം ചേരുകയുണ്ടായി, ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക, അതിൽ അദ്ദേഹം പങ്കെടുത്തില്ല. TK ഗോവിന്ദൻ പങ്കെടുത്തില്ല. അതെ, TK ഗോവിന്ദൻ പങ്കെടുക്കാത്തൊരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. വെറും ഒരു പ്രവർത്തകനൊന്നും അല്ല അദ്ദേഹം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതേപോലെ പാർട്ടി ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ തന്നെ ഒരു ഉന്നത പദവിയിലിരുന്ന കോടിയേരി ബാലകൃഷ്ണനുമായും പിണറായി വിജയനുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന നേതാവാണ് ഇപ്പോൾ തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്രനാകുമോ എന്ന രീതിയിലാണ് ഇപ്പോ കണ്ണൂരിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തളിപ്പറമ്പ് കൈവിടുന്ന സാഹചര്യം തന്നെയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ചേട്ടാ, മറ്റേത് സ്ഥലങ്ങളിൽ അവർ തോറ്റുപോയാലും ഇത്രയധികം നാണക്കേടുണ്ടാവില്ല. പക്ഷെ പാർട്ടി ഗ്രാമമെന്ന് അവർ വിളിക്കപ്പെട്ട തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ കൈവിട്ടു പോവുകയാണെങ്കിൽ അതിൽ വലിയ ഒരു നാണക്കേട് CPM വേറെ ഉണ്ടാകാനില്ല. ഇത് വരുത്തി വെച്ചത് തന്നെയാണ്. അല്ലാതെ പാർട്ടിക്ക് അങ്ങനെ വന്നു ചേർന്നതൊന്നുമല്ല. അണികളുടെ അല്ലെങ്കിൽ പ്രവർത്തകരുടെ അതൃപ്തി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവരെ തള്ളിപ്പറഞ്ഞതിന്റെ ഫലമാണോ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നടക്കുകയാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ കൂടെ ഇരുന്ന കമ്മിറ്റിയാണത് തീരുമാനിച്ചത്, എന്തുകൊണ്ട് പിണറായി പറഞ്ഞില്ല? പിന്നെ ആദ്യം ഇപ്പോൾ ചോദിച്ച പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മുഖമെന്ന് പറയുന്നത് കണ്ണൂരാണെന്ന് പറയുന്നു. അങ്ങനെ കണ്ണൂരാണ് മുഖമാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ, അതും ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ പാർട്ടി എവിടം വരെ പോയിരിക്കുന്നു, എത്രത്തോളം അങ്ങ് ഗർത്തത്തിലേക്ക് പതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് സംഘടനാ തലത്തിൽ ഈ പാർട്ടിക്ക് വല്ലാത്ത അപജയമാണ് ഉണ്ടായിരിക്കുന്നത്. ശരിയാണ് ചേട്ടാ. സാധാരണ ചരിത്രത്തിൽ കാണാത്തതെന്ന് പറയാൻ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയം പെട്ടെന്ന് നടത്തുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഒറ്റ പേര് എന്ന് പറയുന്നത് പാർട്ടികളിൽ അല്ലെങ്കിൽ പാർട്ടി മീറ്റിങ്ങുകളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പേരുകളിൽ അതൃപ്തി ഉണ്ടാകാനോ അല്ലെങ്കിൽ വിവിധ നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഈ സംഘടനാ കക്ഷി അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് പ്രവർത്തകരൊക്കെ മാറി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോറ്റ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. ചരിത്രം തീരെ ഇല്ല എന്നല്ല, പക്ഷെ തർക്ക വിതർക്കങ്ങൾ ഇതിന് കമ്മിറ്റിക്കകത്ത് മാത്രമേ നിൽക്കുള്ളൂ, 4 ചുവരിനപ്പുറം പോവില്ല. അതെ, ഒരു പൊതു സമ്മേളനത്തിൽ നിന്ന് വന്ന മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ 60 വർഷം 50 വർഷം 70 വർഷം ഒക്കെ പ്രവർത്തിച്ച് മുതിർന്ന നേതാക്കളോടൊപ്പം കണക്ക് നമുക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയില്ല. ഒരു 50 വർഷം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന TK ഗോവിന്ദൻ SFI ഉണ്ടാകുന്നതിന് മുമ്പുള്ള അതിന്റെ മാതൃസംഘടന പോലുള്ള ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും KK ശൈലജയും ഒരുമിച്ച്, PK ശ്രീമതിയും ഒരുമിച്ച് ഉണ്ടായിരുന്നതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് പല ചോദ്യങ്ങൾക്കും PK ശ്രീമതി എവിടെയാണ്? രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് അല്ലെങ്കിൽ അതിൽ പ്രധാനമായും അണികൾ മാറ്റി നിർത്തി അല്ലെങ്കിൽ അണികളുടെ അതൃപ്തി പ്രകടിപ്പിച്ച മധുസൂദനോടൊപ്പം വോട്ട് തേടുകയാണ് PK ശ്രീമതി എന്ന് പറയുന്നത്. അല്ല, അതൊക്കെ അവരുടെ ഒരു ഗതികേടാണ്. PK ശ്രീമതിയുടെ ഗതികേടാണ്. ഞാൻ ചോദിക്കട്ടെ, മട്ടന്നൂരിൽ നിന്ന് എന്തിനാണ് ഇങ്ങനെ ശൈലജയെ എടുത്തുകൊണ്ടുപോയി പേരാവൂർ നിർത്തിയിരിക്കുന്നത്?
പേരാവൂർ എന്തിനാ നിർത്തുന്നത്? ഈ പറയുന്ന ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, അവർക്കെന്ന് തളിപ്പറമ്പ് കൊടുത്തുകൂടെ? ഗോവിന്ദൻ മാറുകയാണെങ്കിൽ തളിപ്പറമ്പ് കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള കാര്യം എന്നറിയോ, കണ്ണൂർ തന്നെ ഇപ്പോ ഇവരുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിരിക്കുന്ന ആക്കെന്നറിയോ, പി ജയരാജനാണ് കൊടുത്തിരിക്കുന്നത്. പി ജയരാജൻ പറയില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? പി ജയരാജൻ ഇതിനെക്കുറിച്ച് പറയാനുണ്ടാവും, പക്ഷെ പി ജയരാജൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ അച്ചടക്കത്തിന്റെ വാളോങ്ങി നിൽക്കുന്നുണ്ടവരില്ല. ഈ അച്ചടക്കത്തിന്റെ വാളോ, ഇദ്ദേഹത്തിന് ചുമതലകൾ ഉണ്ടായിരുന്നു. പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പവറുള്ള ആളാണ്. 50 വർഷത്തെ പാർട്ടി പാരമ്പര്യമാണ്. അതെ, അതേപോലെ തന്നെ കൈത്തറി കോർപ്പറേഷന്റെ ചെയർമാനാണ്. അല്ലെങ്കിൽ അത്തരം സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന തൊഴിലാളി വർഗങ്ങളോട് അടുത്ത് നിൽക്കുന്ന, തൊഴിലാളി പ്രവർത്തനങ്ങളോട് അടുത്ത് നിൽക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിലെ അണികളോട്, എല്ലാ നേതാക്കന്മാരോടും ഈ പ്രവർത്തകർക്കൊന്നും സ്നേഹം ഉണ്ടാവണമെന്നില്ല. ജനങ്ങൾക്കും അതേപോലെ പ്രവർത്തകർക്കും ഒരേപോലെ സ്നേഹമുള്ള ഒരാളാണ് ഈ ഗോവിന്ദൻ, അല്ലെങ്കിൽ ടി കെ ഗോവിന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ, കാരണം ഇപ്പോ പുറത്തേക്ക് വരുന്ന തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പി കെ ശ്യാമളയെ നിർത്തിയിരിക്കുന്നത് പാർട്ടിയുടെ ഒരു എല്ലാ അണികളുടെയും അംഗീകാരത്തോടെയല്ല, ഇത് ജില്ലാ കമ്മിറ്റിയിൽ പോലും അവർക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല. ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ ജില്ലാ കമ്മിറ്റി കൂടുന്നു, ജില്ലാ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്ന പേര് നേരെ സംസ്ഥാന കമ്മിറ്റിക്ക് അയക്കുന്നു, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോകുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ പിന്നെ ഈ പറയുന്ന രീതിയിൽ അവർ യോഗ്യയല്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഗോവിന്ദൻ പറഞ്ഞ മറുപടി, എന്റെ ഭാര്യ എന്നതിനേക്കാൾ ഉപരി അവർക്ക് പാർട്ടി പാരമ്പര്യമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ തളിപ്പറമ്പിൽ ശ്യാമള മത്സരിക്കുമ്പോൾ പി കെ ശ്യാമളയ്ക്ക് പകരമായി എൻ സുകന്യയെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. എൻ സുകന്യയുടെ ഭർത്താവ് ജെയിംസ് മാത്യു എന്ന് പറഞ്ഞ് പഴയൊരു നേതാവുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ എന്തുകൊണ്ട് സുകന്യയെ നിർത്തുന്നില്ല എന്ന് ചോദിച്ചിരിക്കുന്നത് ഈ വിമത ശബ്ദവുമായി പുറത്തേക്ക് വന്നിരിക്കുന്ന ടി കെ ഗോവിന്ദൻ ആണ് ഇത് ചോദിക്കുന്നത്. എന്തുകൊണ്ട് സുകന്യയെ നിങ്ങൾ മാറ്റി നിർത്തി? അല്ല ചേട്ടാ, ഈ ഒരു ചോദ്യം ഇതിനു മുൻപ് പി കെ ശ്യാമലയുടെ പേര് ഉയർന്ന സമയം തൊട്ട് ശൈലജ ടീച്ചറിനെ എന്തുകൊണ്ട് മത്സരിപ്പിക്കുന്നില്ല, തളിപ്പറമ്പിലെ ബാക്കി മുതിർന്ന നേതാക്കന്മാരെ എല്ലാം പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മാധ്യമങ്ങൾ പറയുന്ന പോലല്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിയുടെ തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മുതിർന്ന നേതാവ്, അതും കണ്ണൂരിൽ നിന്ന് പറയുമ്പോൾ അത് പാർട്ടിയിൽ ഉണ്ടാക്കുന്ന നീക്കം വെറുതെയല്ല. ഇപ്പൊ ആലപ്പുഴയിൽ നമ്മൾ കണ്ടതിൽ അപ്പുറം ഒരു പ്രക്ഷോഭമായിരിക്കും കണ്ണൂരിൽ നമ്മൾ കാണാൻ പോകുന്നത്. കണ്ണൂരിൽ ഒരു വിമിത നീക്കത്തിനോടൊപ്പം അദ്ദേഹത്തിനോട് ഒപ്പം നിൽക്കാൻ ആളുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ജി സുധാകരൻ അദ്ദേഹം ഒന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ടി കെ ഗോവിന്ദൻ ഒന്നും പറയില്ല എന്ന് എന്താണ് ഇത്ര ഉറപ്പ്? കാരണം അത്രത്തോളം അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. അദ്ദേഹം തനിക്ക് സീറ്റ് തരുന്നതിന്റെ അപ്പുറത്തേക്കും സീറ്റ് കൊടുക്കാൻ അർഹമായ പലരുടെയും പേര് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അതേപോലെ അത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഇത്തരം ഒരു ചർച്ച നടന്നപ്പോ തന്നെ ഇവര് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ശ്യാമള ടീച്ചർ അവിടെ മത്സരിപ്പിക്കേണ്ട എന്നുള്ളത്. പക്ഷെ അതുപോലും കണക്കിലെടുക്കാതെ ആയിരിക്കാം. കാരണം ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ തരും, നിങ്ങൾ അങ്ങ് ജയിപ്പിച്ചെടുക്കണം എന്ന് പറയുന്ന ഏകാധിപത്യ നിലപാട് കണ്ണൂരിൽ വീണ്ടും പയറ്റാനായിരിക്കാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങുന്ന സംഘം ശ്രമിച്ചത്. പക്ഷെ ആ ഒരു ശ്രമം അത് പാളിപ്പോയൊരു സാഹചര്യമാണ്. അത്രത്തോളം പ്രക്ഷോഭങ്ങളാണ് അവിടെ നടക്കുന്നത്. അനുനയിപ്പിക്കാനാകുമോ? അതാണ് ഇനി പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ. ഇതില് അദ്ദേഹം ഇപ്പോ ഈ ജി സുധാകരൻ ചെയ്തതുപോലെ വിമതനായി മത്സരിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വിമതനായി മത്സരിക്കാൻ ഇറങ്ങിയാൽ ഇതിൽ പരം നാണക്കേട് CPM വേറെ ഉണ്ടാകില്ല. അവിടെയാണ് നമ്മൾ പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ ഈ സ്ഥാനാർത്ഥികളുടെ നിർണയം പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചോ എന്നറിയില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ചു. കാര്യം എനിക്കൊരു അല്പം ഇടതുപക്ഷ ബന്ധം ഉണ്ടെന്ന് തന്നെ വെച്ചോളൂ. ഈ പറയുന്ന പോലെ ഞാനിങ്ങനെ ഇദ്ദേഹത്തിന് ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സാധാരണയുള്ള ഗോവിന്ദനല്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ മത്സരിക്കുന്നതിനെതിരെ കമ്മിറ്റിക്കകത്ത് കടുത്ത എതിർപ്പുണ്ട്. ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന ഗോവിന്ദൻ ഇത് സംസാരിക്കാനായി വരുമ്പോൾ പി ജയരാജനാണ് ശ്യാമളയുടെ ഇലക്ഷൻ്റെ വർക്കുകളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ഇലക്ഷൻ മാനേജ്മെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന ജയരാജനാണ്, പി ജയരാജനാണ്. ഇതിൻ്റെ പിന്നിൽ പാർട്ടിയിൽ ജയരാജൻ ഉൾപ്പെടെയുള്ളവരുടെ മൗനസമ്മതത്തോടെ ആയിരിക്കും ഗോവിന്ദൻ അദ്ദേഹം വിമതനായി ഇറങ്ങാൻ പോകുന്ന പറയുമ്പോൾ കോൺഗ്രസ് പിന്തുണയോടുകൂടി. കോൺഗ്രസ് ഡൽഹിയിൽ ചർച്ച നടക്കുകയാണ്. തളിപ്പറമ്പിൽ നിന്ന് ഒരിക്കലും കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുള്ള സീറ്റല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കണം എന്ന് പറയുമ്പോൾ, കോൺഗ്രസിന്റെ പിന്തുണ കൊടുക്കണമെന്ന് പറയുമ്പോൾ, പിണറായി വിജയനാണ് ഇതിന്റെ തെറ്റുകാരനെന്ന് ഈ ഗോവിന്ദൻ പറയുമ്പോൾ, പിണറായി വിജയൻ തെറ്റ് പറയുന്നുണ്ട്. അദ്ദേഹം പിണറായി വിജയൻ എന്ത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു? എന്നിട്ട് ഇദ്ദേഹം ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സംസാരിച്ചു. ആന്തൂർ സാജൻ എന്ന് പറയുന്ന വ്യവസായിയുടെ മരണവുമായി ബന്ധപ്പെട്ടും സംസാരിച്ചു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കണ്ണൂർ തന്നെ ഇത്തരത്തിൽ ഒരു വല്ലാത്ത പേര്, ആദ്യ തോൽവി തളിപ്പറമ്പിൽ നിന്നാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. തീർച്ചയായിട്ടും ആദ്യമായി തോൽക്കുന്ന റിസൾട്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം 8 മണിക്ക് അടുത്ത് വരുമ്പോൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ശ്യാമളയാണ് മത്സരിക്കുന്നെങ്കിൽ
8 മണിക്ക് ഫസ്റ്റ് തോൽവി വരുന്നത് ഇവിടുന്ന് ആയിരിക്കും. പക്ഷെ ഇത് പാർട്ടി ഒരു നല്ലൊരു പുനർചിന്തനം നടത്തി പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചില്ലെങ്കിൽ ഇതിൽ പരം അവമതിപ്പ് ഇനി ഉണ്ടാകാനില്ല.